തട്ടിക്കൂട്ട് പരിപാടി കാണിച്ച് ഷോ കാണിക്കുക എന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാർക്കറ്റിംഗിൽ പുള്ളി ഒരു കില്ലാടിയാണ് എന്നത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ ജനശ്രദ്ധ പിടിച്ചു പറ്റാം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിന് വളരെ നന്നായി മനോഹരമായി ചെയ്യാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചുരുങ്ങിയ കാലയളവിൽ ഇത്രയും പ്രേക്ഷകരെ അയാൾക്ക് കിട്ടിയതും എന്തിന് മത്സരിക്കാൻ ഒരു സീറ്റ് ലഭിച്ചതും BJP സഹായത്തോടെ ആണെങ്കിൽ കൂടി MLA ആയതും. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇതൊന്നും പോരാ, അടുത്ത സ്ഥാനം ലഭിക്കണം, പറ്റുമെങ്കിൽ എത്രയും വേഗം ഒരു മന്ത്രിയാകണം. അതിന് ആദ്യം UDF അധികാരത്തിൽ വരണം. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നിയിട്ടിരിക്കുന്നവരുടെ ഒരു തർക്കവും അടിയും അതൊക്കെ ഒന്ന് കഴിയണം. അത് കഴിഞ്ഞ് ചാണ്ടി ഉമ്മനെയും ഷാഫിയും ഒക്കെ ഒന്ന് ഒതുക്കണം. ഇതൊക്കെ രാഹുൽ മോഹന് നന്നായി അറിയും, നന്നായി സാധിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിലെ സത്യം. ഇത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, കണ്ണൂരിലെ മലപ്പട്ടത്ത് സംഘർഷമുണ്ടാക്കി കേരളത്തെ മുഴുവൻ കലാപം ഉണ്ടാക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചത് തന്നെ. കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളുടെ രാഷ്ട്രീയ പക്വത ഒന്നുകൊണ്ട് മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ കലാപ ശ്രമം പരാജയപ്പെട്ടത് എന്നും CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കുകയാണ്. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിനെതിരെ മലപ്പട്ടത്ത് നടന്ന പ്രതിഷേധ മാർച്ചിൽ സംസാരിച്ചപ്പോഴായിരുന്നു KK രാഗേഷ് യൂത്ത് കോൺഗ്രസ് ആക്രമണത്തിനെതിരെ മലപ്പട്ടം സെന്റർ കേന്ദ്രീകരിച്ചുള്ള ഈ പ്രതിഷേധ പ്രകടനത്തിനെതിരെ ആഞ്ഞടിച്ചത്. തുടർന്ന് ചേർന്ന പൊതുയോഗം ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. CPIM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണ് എന്ന് CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കുകയാണ്. മലപ്പട്ടത്ത് CPIM ഓഫീസ് ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചപ്പോഴായിരുന്നു അദ്ദേഹം ഇത് വ്യക്തമാക്കിയത്. ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ തള്ളിയിട്ടില്ല എന്ന മുദ്രാവാക്യത്തിന് മറുപടി തന്നെയാണ് KK രാഗേഷ് പ്രസംഗത്തിലൂടെ പറഞ്ഞത്. ആ കത്തിയുമായി വന്നാൽ വരുന്നവന് തങ്ങൾ ഒരു പുഷ്പചക്രം ഒരുക്കി വെക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് മൂട്ടയുടെ സ്ഥാനം മാത്രമാണ് നൽകുന്നത്. മൂട്ട കടിച്ചാൽ ഒന്ന് ചൊറിയും, പക്ഷെ മൂട്ടയെ കൊല്ലാൻ ആരും കൊടുവാൾ എടുക്കാറില്ല എന്നും KK രാഗേഷ് വ്യക്തമാക്കുകയാണ്. മലപ്പട്ടത്ത് CPIM ഓഫീസ് ആക്രമിച്ചവരെ വെറുതെ വിട്ടത് ഔദാര്യമാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. യൂത്ത് കോൺഗ്രസ് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. 1-2 തവണ വന്നാൽ തങ്ങൾ അങ്ങ് ക്ഷമിക്കും, മൂന്നാമതും വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് തങ്ങൾക്ക് തന്നെ പറയാനാവില്ല എന്നും KK രാഗേഷ് പറയുകയാണ്.